കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 28 രചന ശാലിനി ഇ.എ. രാവിലെ 8 മണിക്ക് മുൻപേ നദി കോളേജിൽ പോകാൻ റെഡിയായി താഴേക്ക് വന്നു. ആ സമയം പൂമുഖത്ത് അവളെയും കാത്ത് സത്യപ്രതാപൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അരികിലായി അന്നത്തെ പത്രം മറിച്ചു നോക്കിക്കൊണ്ട് രേണുകയും ഇരിക്കുന്നുണ്ട്. എല്ലാം എടുത്തില്ലേ നദി? ഒന്നും മറന്നിട്ടില്ലല്ലോ? അവൾക്ക് പിന്നാലെ വന്നുകൊണ്ട് ചിലങ്ക ചോദിച്ചു. ഇല്ലേ അച്ചി, എല്ലാം എടുത്തിട്ടുണ്ട്. അവൾ പൂമുഖത്തേക്ക് വന്നതും സത്യപ്രതാപൻ പോകാനായി എഴുന്നേറ്റു. ആൻറ്റി, ഞാൻ പോയിട്ട് വരാം. അവൾ രേണുകയോട് അനുവാദം ചോദിച്ചു. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോയി വരൂ മോളെ, എല്ലാം നന്നായി വരും. നദി പിന്നെ ചിലങ്കയെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. നദി കയറിയ കാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ചിലങ്ക നോക്കി നിന്നു. തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ ഫോണെടുത്ത് കാർത്തിയെ വിളിക്കുന്നുണ്ടായിരുന്നു. ചില്ലു, പറ. അപ്പുറത്തു നിന്നും കാർത്തിയുടെ സ്വരം കേൾക്കുമ്പോഴേക്കും അവൾ റൂമിലേക്ക് കടന്ന് ഡോർ ലോക്ക് ചെയ്തു. കാർത്തിയേട്ടൻ ഓഫീസിലെത്തിയോ? ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താടാ? ഇന്ന് അച്ഛൻ നദിയെ കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു നേരം മാത്രമുള്ള കോളേജാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ലാസ് കഴിയും. അതിനുശേഷം അവിടുന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഇന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പുറത്ത് മൗനമാണ്. കാർത്തിയേട്ടൻ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? കേട്ടു. മനസ്സിൽ ഒരേ സമയം സന്തോഷവും സങ്കടവും നിറയുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. അവൻ്റെ ശബ്ദത്തിലെ ഇടർച്ച കേട്ട് ചിലങ്കയ്ക്ക് വേദന തോന്നി. ഇന്നലെ തിരുനന്തനത്തേക്ക് നദി വന്നിരുന്നു. ഏട്ടൻ അറിഞ്ഞോ? കാർ പെട്ടെന്നൊന്ന് പാളി. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുമെന്ന് തോന്നിയ നിമിഷം അവൻ കാർ പെട്ടെന്ന് വെട്ടിച്ചു. നിനക്കൊന്നും കൂട്ടും കുടുംബവും ഇല്ലടാ. കുറ്റിയും പറിച്ചും കൊണ്ട് പോരും ഓരോ അവന്മാർ മനുഷ്യരെ മെനക്കെടുത്താൻ. ബൈക്കിലിരിക്കുന്നവൻ്റെ വായിൽ നിന്നും വീഴുന്നതൊന്നും കേട്ടില്ലെങ്കിലും അയാളുടെ ചുണ്ടിളകുന്നത് അവൻ മിററിലൂടെ കണ്ടു. റോഡിനോരം ചേർന്ന് കാർ നിർത്തിയതിന് ശേഷമാണ് അവന് ശരിക്കും പരിസരബോധമുണ്ടായത്. ചിലങ്ക എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും സത്യത്തിൽ അവൻ കേട്ടിട്ടില്ല. ചെവിയിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് ഒന്നു മാത്രമാണ്. ഇന്നലെ തിരുനന്തനത്തേക്ക് നദി വന്നിരുന്നു. ഏട്ടൻ അറിഞ്ഞോ? ചില്ലു. ആ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുന്നവൻ പതിയെ വിളിച്ചു. ഓ, അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന്. ചില്ലു, പറ മോളെ, ഇന്നലെ എൻ്റെ കുഞ്ഞോള് ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നോ? എപ്പോഴാണ് വന്നത്? എന്തിനാ വന്നത്? ചിലങ്ക തലേ ദിവസം രാത്രിയിൽ നദി പറഞ്ഞ കാര്യങ്ങളെല്ലാം കാർത്തിയോട് പറഞ്ഞു. നദി ആവശ്യപ്പെട്ടത് കൊണ്ട് ബദ്രി കൊണ്ടുപോയി എന്ന് തന്നെയാണ് ചിലങ്ക കാർത്തിയോട് പറഞ്ഞത്. കിടക്കാൻ നേരം നദി പറഞ്ഞ സത്യം ചിലങ്ക കാർത്തിയോട് മനഃപൂർവ്വം പറഞ്ഞില്ല. അല്ലെങ്കിലേ കാർത്തിയും ബദ്രിയും തമ്മിൽ കുറച്ച് അകൽച്ചയിലാണെന്ന് ചിലങ്കയ്ക്ക് അറിയാം. ഇതുകൂടി അറിഞ്ഞാൽ ചിലപ്പോഴത് കൂടുകയുള്ളൂ എന്ന് അവൾക്ക് തോന്നി. നാളെ മുതൽ കുഞ്ഞോൾ ഇവിടേക്ക് വരുമോ? എങ്കിൽ സമ്മതിച്ചോ? നാളെ എന്നെയും കൂട്ടി പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പുറത്തെ കോൾ കട്ട് ചെയ്ത് എന്നറിഞ്ഞതും ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ചിലങ്ക കാമേന്ന് കിടന്നു. ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് കാർത്തിയേട്ടനുമായി നടാശയിൽ കയറി ഫുഡ് കഴിക്കണമെന്ന് ചിലങ്ക മനസ്സിൽ ഉറപ്പിച്ചു. കൈക്കൂലിയാണെന്നും പറഞ്ഞ് കളിയാക്കുമെങ്കിലും അവൾ പറഞ്ഞത് എന്തും കാർത്തി ചെയ്തു കൊടുക്കുമെന്ന് ചിലങ്കയ്ക്കറിയാം. ബദ്രിയോടുള്ളതിനേക്കാൾ ഒരു പൊടിക്ക് ഇഷ്ടക്കൂടുതൽ അവൾക്ക് കാർത്തിയോട് തന്നെയാണ്. കാർത്തിയുടെ കല്യാണം കഴിയുന്നത് വരെ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്നതും അവൾക്ക് അറിയാവുന്ന കാര്യമാണ്. സൗന്ദര്യം കുറഞ്ഞാലും സ്നേഹമുള്ളൊരു കുട്ടിയെ കാർത്തിയേട്ടന് കിട്ടണേ എന്ന് അവൾ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. കോളേജിലെ അഡ്മിഷൻ നടപടികൾ അധികം ബുദ്ധിമുട്ടില്ലാതെ നടന്നു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതും സത്യപ്രതാപൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പ്രിൻസിപ്പാളാണ് നദിയെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയതും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തതും. അധികം കുട്ടികളൊന്നുമില്ലാത്ത ഒരു പ്രൈവറ്റ് കോളേജായിരുന്നു അത്. എവിടെയും സീറ്റ് കിട്ടാതെ പഠനം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ 1 വർഷം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി വരുന്ന കുട്ടികളാണ് അവിടെ അധികവും. നിർധനരായ കുട്ടികളാണ്
ഇവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും മാർക്ക് കുറഞ്ഞാലും പണമുണ്ടെങ്കിൽ വലിയ വലിയ പ്രൈവറ്റ് കോളേജുകളിൽ സീറ്റ് വാങ്ങാൻ കഴിയുമല്ലോ. അതൊന്നുമില്ലാത്തവർക്കുള്ള ആശ്രയമാണ് ഈ കോളേജ്. ഇവിടെ വരുന്ന മിക്ക കുട്ടികളും പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. അഡ്മിഷൻ എടുക്കുന്ന നേരം ടി സിയിലെ നദി പഠിച്ച കോളേജിൻ്റെ പേര് കണ്ട് പ്രിൻസിപ്പാളിന് അതിശയം തോന്നി. അത്രയും വലിയൊരു കോളേജിൽ നിന്നും താഴെക്കടിയിലുള്ള കോളേജിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. നദിയെ ചേർക്കാൻ കൂടെ വന്നത് ഒരു പണക്കാരനാണെന്ന് വ്യക്തമായതിനാൽ അയാൾ കാരണമൊന്നും ചോദിച്ചില്ല. നദിയെ സംബന്ധിച്ച് കുറച്ച് ക്ലാസ്സുകൾ മിസ്സായെങ്കിലും അവൾ പഠിച്ചതുവരെ ഒന്നും ഇവിടെ എത്തിയിട്ടില്ലതിനാൽ ബുദ്ധിമുട്ടുണ്ടായില്ല. 15 കുട്ടികളാണ് ആകെ ക്ലാസ്സിലുണ്ടായിരുന്നത്. അതിൽ 5 ആൺകുട്ടികളും 10 പെൺകുട്ടികളും. 11ാമത്തെ കുട്ടിയാണ് നദി. നദി യാമിനി എന്ന പേര് മറ്റുള്ള കുട്ടികളിൽ ഒരു കൗതുകമുണർത്തി. ആരുമായും അധികം അടുക്കേണ്ട എന്ന് നദി മുൻപേ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ പരിചയപ്പെടാൻ വന്നപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ അവൾ മറുപടി പറഞ്ഞുള്ളൂ. തിരിച്ച് ആരോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ നദിയാമിനി ജാടയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മറ്റുള്ള കുട്ടികൾ വിധിയെഴുതി. ഉച്ചവരെയുള്ള ക്ലാസ്സുകൾ അവൾ പഠിച്ച ഭാഗങ്ങളായതുകൊണ്ട് ബോറടി ഒന്നും തോന്നിയില്ല. ക്ലാസ് വിട്ടതും അവൾ കോളേജ് ഗേറ്റിന് അടുത്തേക്ക് നടന്നു. 10 മിനിറ്റ് കാത്തു നിന്നുമ്പോഴേക്കും സത്യപ്രതാപൻ്റെ കാർ കോളേജ് ഗേറ്റിനടുത്ത് വന്നിരുന്നു. ഒരുപാട് നേരമായോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഫ്രണ്ടിലെ ഡോർ തുറന്ന് കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ചോദിച്ചു. ഇല്ലെങ്കിൽ ഇപ്പോൾ വന്നതേയുള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കെ അയാൾ ചോദിച്ചു. കുഴപ്പമില്ല, പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ട്. നന്നായി പഠിക്കണം. ലോക്കൽ കോളേജാണ്. അത്ര വലിയ എഡ്യൂക്കേഷനുള്ള അധ്യാപകരൊന്നും ആയിരിക്കില്ല. നമ്മുടെ കഴിവ് തന്നെ ഉപയോഗിക്കേണ്ടി വരും, അദ്ദേഹം ഉപദേശരൂപേണ പറഞ്ഞു. സാരമില്ല, അതെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. പഠിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹവും ആവശ്യവുമാണല്ലോ. ഞാനൊരിക്കലും ഉഴപ്പില്ല. ആ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥത അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അത്രയും വലിയൊരു കോളേജിൽ നിന്നും, അതും ആ കോളേജിൻ്റെ റാങ്ക് സ്വപ്നമായ കുട്ടി, അവളിനി പഠിക്കുന്നത് ഒരു പാരലൽ കോളേജിൽ. എല്ലാം നല്ലതിനാകട്ടെ, അങ്ങനെയാണ് അയാളുടെ മനസ്സിൽ അന്നേരം തോന്നിയത്. മനസ്സിൽ യാമിയുടെ മുഖം തെളിഞ്ഞതും അയാൾ തലചിരിച്ച് നദിയെ നോക്കി. പാവം, യാമിനിയുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതം ഗതിമാറി ഒഴുകുമായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനുമായി എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നേനെ അത്, ചില്ലുമോളെ പോലെ. അയാളുടെ മനസ്സിൽ ചിന്തകൾ നിറയുമ്പോൾ കാർ തിരുനന്തരം ഗ്രൂപ്പിൻ്റെ പ്രവേശന കവാടം കടന്നിരുന്നു. പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ കയറ്റിയിട്ട് ഓഫ് ചെയ്തതിന് ശേഷം അയാൾ നദിയുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ നിന്നും പറയുന്നത് ശരിയായില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വെച്ച് പറയാമെന്ന് തീരുമാനിച്ചത്. എന്താ അങ്കിൾ? അയാൾ മുഖവര പോലെ പറഞ്ഞപ്പോൾ അവൾ വല്ലാതെയായി. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരോടും പറയരുത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് ചിലപ്പോൾ മറ്റു ചില ബുദ്ധിമുട്ടുകളും മോൾക്ക് ഉണ്ടാക്കും. സത്യപ്രതാപൻ പറയുന്നതൊന്നും നദിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും അവൾ ശരിയെന്ന് തലയാട്ടി. എങ്കിൽ മോള് കാറിൽ നിന്നും ഇറങ്ങി റിസപ്ഷനിലേക്ക് നടന്നോളൂ. അവിടെ ചെന്ന് കാർത്തിക് സാർ വരാൻ പറഞ്ഞതാണെന്ന് പറയണം. അപ്പോൾ അവൾ അസിസ്റ്റൻ്റ് മാനേജർ നിർമ്മല സുകുമാരനെ വിളിക്കും. നിർമ്മല കാർത്തിയെ വിളിച്ചോളൂ. അവളുടെ മോളലിൽ പേടി നിറഞ്ഞിരിക്കുന്നതായി അയാൾക്ക് തോന്നി. പേടിക്കേണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മോള് ധൈര്യമായി ചെല്ല്. തലയാട്ടിക്കൊണ്ട് നദി കാറിൽ നിന്നും ഇറങ്ങി. അവൾ റിസപ്ഷനിലേക്ക് നടക്കുന്നത് കണ്ടുകൊണ്ടാണ് അയാൾ മറ്റൊരു വാതിലൂടെ ഓഫീസിനുള്ളിലേക്ക് കടന്നത്. നദിയെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഫീസിൽ ആരും നദിയെക്കുറിച്ച് തന്നോട് ചോദിക്കാൻ ഇടവരരുത്. അവൾ മഹാദേവൻ്റെ മകളാണെന്ന വസ്തുത ഒരിക്കലും ആരും അറിയരുത്.
നദി റിസപ്ഷനിലേക്ക് ചെന്നു നിന്നു. ഭയം മൂലം അവൾക്ക് വല്ലാത്തൊരു പരവേശം തോന്നി. മെല്ലെ മുഖമുയർത്തി റിസപ്ഷനിലേക്ക് നോക്കിയപ്പോഴാണ് റിസപ്ഷനിസ്റ്റും അവളെ നോക്കുന്നത്. ആരാ? എന്തു വേണം? എനിക്ക് നദിക്ക് ശരിക്കും വാക്കുകൾ കിട്ടുന്നില്ല. എന്തിനാ വന്നത്? എന്താ കാര്യം? അയാൾ വീണ്ടും ചോദിച്ചു. നദി ദീർഘമായി ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു വിട്ടു. ഞാൻ ഒരു ജോലിക്ക് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. അവൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. ആരാണ് പറഞ്ഞത്? അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉണ്ടോ? അയാളുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്ന് അറിയാതെ അവൾ നിന്നു. എന്നോട് കാർത്തിക് സാറോ? സാർ അങ്ങനെ ആരെയും നേരിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യാറില്ലല്ലോ. സാർ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? അയാളുടെ മിഴികളിൽ സംശയം നിറഞ്ഞു. ആ അതെ. അത് പറയുമ്പോൾ അവളുടെ മനസ്സ് സത്യപ്രതാപൻ പറഞ്ഞ ഫീമെയിൽ നെയിം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒറ്റത്തവണ മാത്രം കേട്ട പേര് അവൾ മറന്നുപോയിരുന്നു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ PA സിദ്ധാർത്ഥ് സാറിനെ വിളിച്ചു നോക്കട്ടെ. നദിക്ക് ആകെ വെപ്രാളമായി. അങ്കിൾ പറഞ്ഞ പേര് ഓർമ്മ വരുന്നില്ലല്ലോ. ഈശ്വര, ഇനിയിപ്പോൾ എന്താകും സംഭവിക്കുക? അങ്കിളിന് ഇന്നലെ തന്നെ ഇതെല്ലാം എന്നോട് പറയാമായിരുന്നില്ലേ? എങ്കിൽ ആ പേര് ഞാൻ പറഞ്ഞു പഠിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അവൾ തനിയെ ഒന്ന് പിറുപിറുത്തു. ഈ സമയം കാർത്തിയെ കൊണ്ട് അന്ന് സൈൻ ചെയ്യിക്കേണ്ട ഫയലുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഹലോ. സിദ്ധാർത്ഥ് ഹലോ പറഞ്ഞതും അപ്പുറത്തുനിന്നും കേട്ട വാക്കുകളിൽ അയാളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ജോലിയോ? കാർത്തിക് സാർ പറഞ്ഞിട്ടോ? കാർത്തിക് സാർ ഇതുവരെ ആരെയും നേരിട്ട് ജോലിക്കെടുത്തിട്ടില്ല. അഥവാ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അറിയുമായിരുന്നു. ഇതെന്തോ ഉടായിപ്പാണ്. എത്രയും വേഗം ഒഴിവാക്കിയേക്ക്. സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. കാർത്തിക് സാർ അങ്ങനെയൊരു ജോലിക്കാരൻ പറഞ്ഞിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥ് സാർ പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ആരാണ് കുട്ടിക്ക് ജോലി ശരിയാക്കി തന്നതെങ്കിൽ അവരോട് പോയി വിവരം പറയൂ. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതുമായി നാളെ വരൂ. കേട്ടത് വിശ്വസിക്കാനാകാതെ നദി ഞെട്ടി നിന്നു. ജോലിയില്ല എന്ന് പറഞ്ഞതിലല്ല, തിരിച്ചു വീട്ടിൽ പോകാൻ വഴിയറിയില്ലല്ലോ എന്നത്, പോകാൻ പൈസ ഇല്ലല്ലോ എന്നതുമാണ് അവളെ വിഷമിപ്പിച്ചത്. അങ്കിളിൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ വഴിയും അടഞ്ഞു. കുട്ടിയെന്താ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത്? ആലോചിച്ച് നിൽക്കുന്ന നദിയെ നോക്കി അയാൾ ചോദിച്ചു. എനിക്ക് കാർത്തിക് സാറിനെ കണ്ടേ തീരൂ. അവൾ ഒരു ശാഠ്യം പോലെ പറഞ്ഞു. കുട്ടിയോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? പോകാൻ തയ്യാറില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. നദിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ സമയത്താണ് യമുന അതുവഴി പാസ് ചെയ്യുന്നത്. റിസപ്ഷൻ്റെ മുന്നിൽ നിൽക്കുന്ന നദിയുടെ മുഖത്തേക്ക് റിസപ്ഷനിസ്റ്റ് അരുണിൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. പിന്നെ നദിയുടെ അരികിലേക്ക് പതിയെ ചുവടുകൾ വെച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.